ഹായ് ഓൾ, ഞാൻ അനുദീപ്. ഇനി വരാൻ പോകുന്ന PSC ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ UPSC പരീക്ഷകൾക്ക് 1 മാർക്ക് നേടിത്തരുന്ന ഒരു ടോപ്പിക്കാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. കറണ്ട് അഫയേഴ്സിൽ ഇത് കത്തി നിൽപ്പുണ്ട്. മാത്രമല്ല, എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പോർഷൻ ഈ പരീക്ഷകളുടെയൊക്കെ സിലബസിൽ കോമൺ ആയിട്ടുണ്ട്. ട്രിക്കി ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയും കൂടിയാണത്. ഈ ഏരിയ നമുക്ക് ഒന്ന് പഠിക്കുക എന്ന സെൻസ് ഒരു ബേസിക് കാര്യങ്ങൾ പഠിക്കാം. കോഡുകൾ ഉപയോഗിച്ച് പഠിച്ചില്ലെങ്കിൽ ഈ ഏരിയ മനസ്സിൽ നിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ, ഓർമ്മയിൽ പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടുള്ള ചില കോഡ്സ് ആണ് ഞാൻ പ്രധാനമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, റാദർ ദാൻ ഗോയിങ് ഇൻ ഡെപ്ത് ഇൻ ടു ദിസ് പർട്ടിക്കുലർ ടോപ്പിക്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നോട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചാനലിലെ മെമ്പേഴ്സ് ആവുക. ഡെയിലി രാവിലെ തരുന്ന ഫ്രീ മോക്ക് ടെസ്റ്റ് മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. പിന്നീട് ഇത്തരത്തിലുള്ള ഫ്രീ കണ്ടന്റുകളോ അഫോർഡബിൾ കോഴ്സുകളോ ഒക്കെ നിങ്ങൾക്ക് ചാനലിൽ കിട്ടും. ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെ സുസ്ഥിര വികസനം എന്നൊക്കെ പറയും. നീതി ആയോഗ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പുറത്തിറക്കുന്നു. യുണൈറ്റഡ് നേഷൻസിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്താണ്, ഗോൾസ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്താണ്, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. നമുക്ക് ബേസിക് ഫാക്ടുകൾ നോക്കിയിട്ട് നമുക്ക് അതിനുശേഷം 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഉണ്ട്. അത് ഓർഡറിൽ തന്നെ കോഡ് ഉപയോഗിച്ച് പഠിക്കാൻ പറ്റുമെന്ന് ഒന്ന് ശ്രമിച്ചു നോക്കാം. ഓക്കെ, സോ ബേസിക്കലി സുസ്ഥിര വികസനം എന്ന് വെച്ചാൽ എന്താണ്? ഗാന്ധിജി പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എന്താ? ലോകത്തിൽ എല്ലാ ആൾക്കാർക്കും ആവശ്യത്തിന് വേണ്ടുന്ന വിഭവങ്ങളുണ്ട്, അത്യാഗ്രഹത്തിന് വേണ്ടതില്ല, അല്ലെ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ജീവിക്കാനുള്ള കാര്യങ്ങൾ ലോകത്തുണ്ട്. വെള്ളമായിക്കോട്ടെ, വായു ആയിക്കോട്ടെ, ഭൂമി ആയിക്കോട്ടെ. പക്ഷേ അത്യാഗ്രഹം മൂത്ത് കുറച്ച് ആൾക്കാർ കൂടുതൽ സാധനങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ കഷ്ടപ്പെടും. അപ്പൊ അതിന്റെ ഒരു പരിപ്രേക്ഷ്യം, പെർസ്പെക്റ്റീവിലാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് നോക്കിക്കാണുന്നത്. ബേസിക്കലി ഇറ്റ് ഈസ് ദ കൈൻഡ് ഓഫ് ഡെവലപ്മെന്റ്. സുസ്ഥിര വികസനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വികസനമാണ്, ഡെവലപ്മെന്റ് ആണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡെവലപ്മെന്റ് which meets the needs of the present without compromising the ability of future generations to meet their own needs. അതായത് നമ്മളിപ്പം പ്രസന്റ് ജനറേഷൻ ആണല്ലോ, ഇപ്പോ ലോകത്ത് ജീവിക്കുന്ന ജനറേഷൻ, തലമുറ നമ്മുടേതാണ്. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കണം. ഭൂമി, വായു, ഫോറസ്റ്റ് ഉണ്ടല്ലേ, മിനറൽസ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഭാവി തലമുറയുടെ കോസ്റ്റിലാവില്ല, ഭാവി തലമുറയ്ക്ക് പ്രശ്നം ഉണ്ടാകുന്ന രീതിയിലാവും. അത് ആലോചിച്ച് നോക്കി, നമ്മുടെ ലോകത്തിലെ നല്ല മിനറൽസ് മൊത്തം ഊറ്റിയെടുത്തു കഴിഞ്ഞാൽ ഭാവി തലമുറയുടെ അവസ്ഥ എന്തായിരിക്കും? അവർ കഷ്ടപ്പെടും. അല്ലെങ്കിൽ നമ്മൾ കാടുകൾ മൊത്തം വെട്ടിത്തെളിക്കും നമ്മുടെ ആവശ്യത്തിന് വേണ്ടി. ഭാവി തലമുറയുടെ അവസ്ഥ എന്താണ്? അവർ കഷ്ടപ്പെടും. ഭാവി തലമുറയുടെ ആവശ്യങ്ങൾ കോംപ്രമൈസ് ചെയ്യാതെ ഇന്നത്തെ നമ്മുടെ ജീവിതം, ഇന്നത്തെ നമ്മുടെ ആവശ്യകത, ഡിമാൻഡ്സ് ഫുൾഫിൽ ചെയ്യുന്ന ഒരു ആർട്ടാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡെഫിനിഷൻ വന്നിട്ടുള്ളത് ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ എന്ന് തന്നെയാണ്. അവർ കോമൺ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടുണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള റിപ്പോർട്ടാണ്, 1987. ബേസിക് ഡേറ്റ, ആ ഡേറ്റയ്ക്ക് ആ ഒരു റിപ്പോർട്ടിനകത്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ഇത്രയധികം പോപ്പുലറൈസ് ചെയ്യുന്നത്. കാര്യം പണ്ട് എല്ലാവരും ഗ്രോത്ത്, വളർച്ച, GDP ഗ്രോത്ത്, അതിനാണ് ഫോക്കസ് ചെയ്യുന്നത്. ഗ്രോത്ത് എന്ന് വെച്ചാൽ എന്താ? കഴിഞ്ഞ വർഷത്തേക്കാൾ വരുമാനം ഈ വർഷം ഉണ്ടെങ്കിൽ അത് ഗ്രോത്ത് ആണ്. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ അതല്ല. വരുമാനത്തിനോടൊപ്പം ക്വാളിറ്റിയും കൂടണം, അല്ലെ? ക്വാണ്ടിറ്റി കൂടുന്നതിനോടൊപ്പം ക്വാളിറ്റിയും കൂടണം. അവിടെ നമ്മുടെ കാലാവസ്ഥ അല്ലെങ്കിൽ പൊല്യൂഷൻ, ഹെൽത്ത്, അതൊക്കെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യും. ചുമ്മാ പൈസ മാത്രം ഉണ്ടാക്കിയാൽ പോരാ, പകരം സുസ്ഥിരമായിട്ടുള്ള രീതിയിൽ സൊസൈറ്റി ഡെവലപ്പ് ചെയ്യണം. അതാണ് ഗ്രോത്തും ഡെവലപ്മെന്റും തമ്മിലുള്ള വ്യത്യാസം. ഇത് മോണിറ്റർ ചെയ്യാൻ വേണ്ടി യുണൈറ്റഡ് നേഷൻസ് കൊണ്ടുവന്ന ഒരു ആശയമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു ലക്ഷ്യമുണ്ട്, എന്താ? സുസ്ഥിര വികസനമാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടുള്ള ചവിട്ടുപടികളാണ് ഇനി പറയാൻ പോകുന്ന ഗോൾസ്. ചെറിയ ചെറിയ ഗോൾസ് ഉണ്ട്. അങ്ങനെ 17 ഗോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ഗോൾസിനും സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ 169 ടാർഗറ്റ്സ് ആണുള്ളത്. ഈ നമ്പേഴ്സ് ഒന്ന് നോക്കി വെച്ചോണേ. 17 ഗോൾസ് ഉള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ ടാർഗറ്റുകളുടെ എണ്ണം ആൾക്കാർക്ക് മാറിപ്പോകും. 169 ടാർഗറ്റ് ആണ് ഇതിനുള്ളത്. ഈ ടാർഗറ്റുകളൊക്കെ അച്ചീവ് ചെയ്യാനുള്ള ഡെഡ് ലൈൻ 2030 ആണ്. നമ്മളിപ്പോൾ ഇതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ഇതിന്റെ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറഞ്ഞിരുന്നത്. അതിലേക്ക് നമുക്ക് പോകണ്ട, തൽക്കാലം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് മാത്രം നോക്കിയാൽ മതി. ഇനിയാണ് ആ 17 ഗോൾസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കേണ്ടത്. ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരാം, വൺ വേർഡ് ആയിട്ട് വരാം. ഇപ്പം ഡിസ്ക്രിപ്റ്റീവ് എക്സാംസിന്, UPSC മെയിൻസിന്റെ ഒക്കെ ഡിസ്ക്രിപ്റ്റീവ് എക്സാംസിനകത്ത് നമുക്ക് കോട്ട് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയുള്ളൊരു ചോദ്യം വരികയാണെങ്കിൽ നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 13 ക്ലൈമറ്റ് ആക്ഷൻ ആണ്, അത് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ആവും. PSCയിലും ചോദ്യങ്ങൾ വരാം, എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 14, 15 എന്ന് ക്വസ്റ്റ്യൻസ് അവിടെ വരാം. സോ ഇതൊരു സർവ്വവ്യാപിയായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക്
ഓരോന്ന് ഒന്ന് നോക്കാം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 1 എന്ന് പറയുന്നത് പോവർട്ടി ആണ്. ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട കോഡ് PH ആണ് അല്ലെ. അസിഡിറ്റിയുടെ തീവ്രത അളക്കുന്ന ഒരു യൂണിറ്റ് ആണ് PH. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത് PH-ലാണെന്ന് ആലോചിച്ചാൽ മതി. ഗോൾ നമ്പർ 1 എന്ന് വെച്ചാൽ നോ പോവർട്ടി, പോവർട്ടി ഇല്ലാതാക്കുക. 2 H ഫോർ ഹങ്കർ, സീറോ ഹങ്കർ. എന്താണ് ഹങ്കറും പോവർട്ടിയും തമ്മിലുള്ള വ്യത്യാസം? പോവർട്ടി മീൻസ് മൾട്ടി ഡയമെൻഷനൽ ആണ് അല്ലെ. അതിനകത്ത് നമ്മുടെ ക്ലോത്തിങ് പല പല കാര്യങ്ങൾ വരും. ഹങ്കർ മീൻസ് എന്താ, വിശപ്പ്, ആഹാരത്തിന്റെ കേസ്, ന്യൂട്രീഷൻസിന്റെ കേസാണ് ഹങ്കറിൽ കൂടുതൽ വരിക. പോവർട്ടി മീൻസ് മറ്റ് പല ഡയമെൻഷൻസ് വരും. ഈ പറഞ്ഞതുപോലെ ഒരാൾ എടുക്കുന്ന വസ്ത്രം മുതൽ ഷെൽട്ടർ, പാർപ്പിടം വരെ അതിനകത്ത് വരും അല്ലെ. അപ്പൊ അതാണ് ദാരിദ്ര്യവും പട്ടിണിയും തമ്മിൽ വ്യത്യാസമാണ് ഇവിടെ പറയുന്നത്. ഇത് ദാരിദ്ര്യമാണ്, ഇത് പട്ടിണിയാണ്. PH ആയി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പോവർട്ടി മാറി, ഹങ്കറും മാറി. അങ്ങനെ ആയാൽ നമുക്ക് എന്താ ലഭിക്കുക? നല്ല ആരോഗ്യം ലഭിക്കും. അപ്പം PH പോവർട്ടി ഹങ്കറുമായ വെരി നെക്സ്റ്റ് വരേണ്ടത് എന്താണ്? ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ് അല്ലേ. അപ്പോ പോവർട്ടി, PH ഹങ്കർ മാറി. ഇത് രണ്ടും മാറിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? നല്ല ആരോഗ്യമാണ്. നല്ല ആരോഗ്യം. ആരോഗ്യം വന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് അടുത്ത് വേണ്ടുന്ന പ്രധാനമായിട്ടും എന്താണ്? വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം. ഫോർ എഡ്യൂക്കേഷൻ, അങ്ങനെ ആലോചിച്ചാൽ മതി. ഫോർ ദ പീപ്പിൾ എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് ഉള്ള ജനങ്ങൾക്ക് വേണ്ടി, ഫോർ ദ പീപ്പിൾ, ഏറ്റവും ജനങ്ങൾക്ക് ആവശ്യമുള്ള എന്താണ്? എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ. സോ ഹെൽത്ത് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ, അത് ആലോചിച്ചാൽ മതി. ഹെൽത്ത് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ആലോചിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി അഞ്ചാമത്തത് ജെൻഡർ ആണ്. 5 ജെൻഡർ, അങ്ങനെ ആലോചിക്കാം. 5 ജെൻഡർ, ആ ഒരു പ്രാസം ഒപ്പിച്ചും പഠിച്ചത്. 5 ജെൻഡർ. ജെൻഡർ ഇക്വാലിറ്റി, സ്ത്രീക്കും പുരുഷനും തുല്യത വേണം. അതാണ് ജെൻഡർ ഇക്വാലിറ്റി എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അപ്പോ ജെൻഡർ ഇക്വാലിറ്റിയാണ് 5. ജാജ. 6 എന്താ? 6 തന്നെയാണ്. 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ അരുവി, റിവർ എന്ന് പറയുന്നത്. റിവറിലുള്ളത് എന്താ? വെള്ളമാണ്, വെള്ളം. സോ 6 ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ക്ലിയർ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. നമ്മുടെ സ്വച്ഛ് ഭാരത് മിഷനും ഒക്കെ ഇതിന്റെ ഭാഗമാണ് അല്ലെ. അപ്പോൾ 6 എന്ന് പറയുന്നത് 6 ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ 6, റിവർ, നദി എന്നുള്ള ഇതിൽ ആലോചിക്കുമ്പോൾ ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ആയി. അടുത്തത് നമുക്ക് വരാനുള്ളത് ഈ 6 തന്നെയാണ് 16 നിങ്ങൾ കണക്ട് ചെയ്യണം. 6 എന്ന് പറയുമ്പോഴത്തേക്കും 6 നമ്മൾ ആലോചിച്ച്, ഈ 16ന്റെ 6 എന്ന് പറയുമ്പോൾ ഈ 6 തിരിച്ചിട്ട് എന്താവും? P ആവും. P. 6 തിരിച്ചിട്ട P ആവും. ഈ 17 ഗോൾസിനകത്തും P എന്ന് പറയുന്ന വാക്ക്, അതായത് പീസ്, സമാധാനം, അതുമായി ഏറ്റവും അധികം കോറിലേറ്റ് ചെയ്തിട്ടുള്ളത് 9 6 ആണ്. 9 അവിടെ ഇരിക്കട്ടെ. എന്തായാലും 6 സമാധാനം എന്നുള്ള രീതിയിൽ ആലോചിക്കുക. അപ്പൊ 6 16 എന്നുള്ള സമാധാനമാണ്, പീസ് ആണെന്നുള്ളത് ഇപ്പോഴേ പഠിച്ചു വെച്ചോണം. ഇത് പിന്നെ പഠിക്കാൻ നിൽക്കണ്ട. ഇനി അടുത്തതാണ് 7 അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി. അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി. ഇതിന് പ്രത്യേകിച്ച് കോഡൊന്നും എനിക്ക് ആലോചിച്ചിട്ട് കിട്ടിയില്ല. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ദയവായി കമന്റ് സെക്ഷനിൽ പറയാം. ഓക്കെ, നമുക്ക് ഷെയർ ചെയ്ത് പഠിക്കാം അല്ലെ. അതുപോലെ തന്നെയാണ് ഇനി അങ്ങോട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഡീസെന്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്, അത് 8-നകത്താണ് വരുന്നത്. ഡീസെന്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. 8 എന്ന് പറയുന്നത് ഒരു സിമെട്രി ഉള്ള ഒരു സംഖ്യയാണ്, ഒരു സിമെട്രി ഉള്ള സംഖ്യയാണ്. ഡീസെന്റ് ആയിട്ടുള്ള വർക്ക്, എക്കണോമിക് ഗ്രോത്ത് ഒക്കെ അതിനകത്ത് വരും. ഇൻഡസ്ട്രി ആൻഡ് ഇന്നോവേഷൻ ഒക്കെ, ഇൻഡസ്ട്രി, ഇന്നോവേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ, അതൊക്കെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് 9-ലാണ് വരിക. ഇൻഡസ്ട്രി, ഇന്നോവേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ 3I, അത് വരുന്നത് 9-ലാണെന്ന് ആലോചിക്കാം. അടുത്തത് 10 റെഡ്യൂസ് ഇൻഇക്വാളിറ്റി, അതായത് എല്ലാവരും ഈക്വൽ ആയിരിക്കണം എന്ന് പറയുന്നതാണ് ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നത്. ഈക്വൽ എന്ന് പറയുമ്പോഴത്തേക്കും ഈക്വൽ ആയിട്ട് വിഭജിക്കാൻ പറ്റണം അല്ലെ. അപ്പൊ 10 നമുക്ക് എന്താ? 5 into 2 ആണ് 10. ഒരു സിമെട്രി ഉള്ള സംഖ്യയാണെങ്കിൽ 5 അങ്ങനെ നമുക്ക് ആലോചിക്കാം. ഇവിടെ നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിച്ചോ, ഒരു ഹൈലൈറ്റ് ചെയ്ത കാര്യം ശ്രദ്ധിച്ചോ? ജെൻഡർ ഇക്വാളിറ്റി 5 ആണല്ലേ. 5 into 2 10, അതിനടുത്ത് മൾട്ടിപ്പിൾ ആണ്. അവിടെയും പറയുന്ന ഇൻഇക്വാളിറ്റിയെ പറ്റി തന്നെയാണ്. സോ 5ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന എല്ലാം ഇൻഇക്വാളിറ്റിയെ സംബന്ധിക്കുന്നതാണെന്നുള്ളവരെ മനസ്സിൽ വെച്ചിരുന്നാൽ മതി. അപ്പൊ അത് നിങ്ങളുടെ 5 ജെൻഡർ ഇക്വാളിറ്റി ആണെങ്കിൽ 10 റെഡ്യൂസിങ് ഇൻഇക്വാളിറ്റി ആണെന്നുള്ളവരെ മനസ്സിൽ വെക്കുക. I know 7, 8, 9 ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള കോഡ് നമുക്ക് കിട്ടിയിട്ടില്ല. നിങ്ങളത് കണ്ടെത്തണം, നിങ്ങൾക്കുള്ള അസൈൻമെന്റ് ആണത്. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് 11 11 എന്ന് വെച്ചാൽ എന്താണ്? സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. ഞാനിത് വിഷ്വലൈസ് ചെയ്തത് ഈ സിറ്റീസ് എന്ന് പറയുമ്പോൾ അമ്പരച്ചുംബികൾ, അമ്പരച്ചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളാണല്ലോ. അത് 11 പോലല്ലേ ഇരിക്കുക, നോക്കിയേ. അപ്പൊ 11 എന്ന് പറയുമ്പോഴത്തേക്ക് സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. സിറ്റീസ് എന്ന് ആലോചിച്ചാൽ 11 സിറ്റീസ് ആണ്. 12 സ്കൂളിന്റെ അവസാനത്തെ
ക്ലാസ് എന്ന് വെച്ചാൽ 12ാം ക്ലാസ് ആണല്ലേ, ഹയർ സെക്കൻഡറി. നമ്മൾ ഏറ്റവും റെസ്പോൺസിബിൾ ആവുന്ന, ഏറ്റവും മെച്യൂരിറ്റിയിലേക്ക് എത്തുന്നത് 12ാം ക്ലാസ് പഠിക്കണമെന്ന് പൊതുവെ പറയാറുണ്ട്. അപ്പോൾ റെസ്പോൺസിബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ, റെസ്പോൺസിബിൾ എന്നൊരു കീവേഡ് ഇതുകൊണ്ട് കണക്ട് ചെയ്യുക. റെസ്പോൺസിബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ ആണ് 12 എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തതാണ് 13. ഇത് ഓർത്തിരിക്കാൻ ഭയങ്കര എളുപ്പമാണ്. കാര്യം ഒരു അന്ധവിശ്വാസം നിലവിലുണ്ടല്ലേ, 13 എന്ന് പറയുന്ന സംഖ്യ വളരെ മോശപ്പെട്ട ഒരു സംഖ്യയാണ്, അല്ലെങ്കിൽ ബാഡ് ലക്ക്, ഫ്രൈഡേ ദ 13th എന്നൊക്കെ പറയുന്ന ഹൊറർ ഫിലിം തന്നെ ഉണ്ടല്ലേ. ഒരു 13 എന്ന് പറയുന്നത് എന്തോ ഒരു വളരെ മോശപ്പെട്ട ബാഡ്, അപ്പോളോ 13 ദുരന്തമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ കേരള ഹൈക്കോടതിയിൽ പോലും 13ാം നമ്പർ മുറിയില്ല, 13 എന്താ ബാഡ് ലക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് പറയപ്പെടുന്നത് പലരും. അപ്പം 13 എന്ന് വെച്ചാൽ ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ തലമുറ, മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും മോശപ്പെട്ട ത്രെട്ട് എന്ന് വെച്ചാൽ ക്ലൈമറ്റ് ചേഞ്ച് ആണ്, കാലാവസ്ഥ വ്യതിയാനം. നമ്മളെല്ലാവരും കൂട്ടത്തോടെ മരിക്കാൻ ഒരു ഒറ്റ കാരണം മതി, കാലാവസ്ഥ വ്യതിയാനം. ഏറ്റവും വലിയ അപകടവും ഏറ്റവും വലിയ വിപത്തും കാലാവസ്ഥ വ്യതിയാനമാണ്. അപ്പൊ 13 എന്നുള്ള സംഖ്യ അതുമായിട്ട് തന്നെയാണ് അസൈൻ ചെയ്തിട്ടുള്ളത്. 13 എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റ് ആക്ഷൻ ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ക്ലൈമറ്റ് ആക്ഷൻ. അപ്പൊ ക്ലൈമറ്റിന്റെ ഭാഗമാണ് ഈ പറഞ്ഞതുപോലെ ഭൂമിയും വെള്ളവും എല്ലാം. ഭൂമിയും വെള്ളവും ആകാശവും എല്ലാം ക്ലൈമറ്റിന്റെ ഭാഗമാണ്. അപ്പം ഇനി അടുത്തത് ലൈഫ് ബിലോ വാട്ടർ ആണ്. അത് കഴിഞ്ഞാൽ ലൈഫ് ഓൺ ലാൻഡ്, വെള്ളത്തിനടിയിൽ പിന്നെ വെള്ളത്തിന് മുകളിൽ ലാൻഡിലുള്ളത്. അപ്പൊ ഇത് തിരിഞ്ഞു പോകുന്നത് എങ്ങനെയാ? തിരിഞ്ഞു പോകത്തില്ല. നിങ്ങൾ എവല്യൂഷനെ പറ്റി ആലോചിച്ചാൽ മതി. ആദ്യമേ ജീവൻ വെള്ളത്തിൽ ഉണ്ടായിട്ടാണല്ലോ ഭൂമിയിൽ ഉണ്ടായത്. അതുകൊണ്ട് ആദ്യമേ വെള്ളം വരത്തുള്ളൂ. ലൈഫ് ബിലോ വാട്ടർ അല്ലേ? അപ്പോൾ ഫസ്റ്റ് 14, 13 തൊട്ടടുത്തത് 40 എന്ന ലൈഫ് ബിലോ വാട്ടർ ആണ്. 15 ലൈഫ് ഓൺ ലാൻഡ് ആണ്. 16 നമ്മൾ ഓൾറെഡി പറഞ്ഞു, 6 പി ആയിട്ട് സങ്കല്പിക്കുക. 9 പി ആയിട്ട് സങ്കല്പിക്കില്ല, 9 ഡിഫറെന്റ് ആണ്. 6 പി ആയിട്ട് സങ്കല്പിക്കുക. അത് പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്കുക. പിന്നെ 17 ഏറ്റവും ലാസ്റ്റ് ഗോൾ. അത് ഓർത്തിരിക്കാൻ വലിയ പാടൊന്നുമില്ല. നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത ഗോൾസിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പാർട്ട്ണർഷിപ്പ്, പങ്കാളിത്തം. ഇപ്പൊ ഇന്ത്യ യുണൈറ്റഡ് നേഷൻസ് സസ്റ്റൈനബിൾ ഗോൾസിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അമേരിക്ക, ജർമ്മനി, പല രാജ്യങ്ങളും കോൺട്രിബ്യൂട്ട്, പല രാജ്യങ്ങളും കാർബൺ ന്യൂട്രൽ ആവാൻ തീരുമാനമെടുക്കുന്നു. ജർമ്മനി കാർബൺ ന്യൂട്രൽ ആവാൻ തീരുമാനമെടുക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള പാർട്ട്ണർഷിപ്പുകളെ പറ്റി ചർച്ച ചെയ്യുന്നതാണ് 17 എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ ബേസിക് ഐഡിയ. സോ PH, ഒന്നുകൂടെ ഞാൻ പറയുന്നത് PH, പോവർട്ടി ഹങ്കറും ഇല്ലാതാക്കുന്നു. അത് മാറിയാൽ തന്നെ നല്ല ആരോഗ്യം വരും. ആരോഗ്യം കഴിഞ്ഞാൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണല്ലോ. ഹെൽത്ത് കഴിയുമ്പോൾ എഡ്യൂക്കേഷൻ ആണ്. 5 ജെൻഡർ ആണ്, 6 തന്നെയാണ് വെള്ളം, ക്ലീൻ വാട്ടർ. 7 അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി. 8 ഡീസന്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. 9 ഇൻഡസ്ട്രി, ഇന്നോവേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ. 5 ജെൻഡർ ഇൻഇക്വാളിറ്റി ആണെങ്കിൽ 5ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 10 എന്തായിരിക്കും? ഇൻഇക്വാളിറ്റീസിനെ പറ്റിയുള്ളത് തന്നെയായിരിക്കും. 11 ഈ അമ്പലച്ചുമ്പയിലായിട്ടുള്ള ബിൽഡിങ്സ് ആലോചിക്കുക. അപ്പോൾ 11 സസ്റ്റൈനബിൾ സിറ്റീസ് ആയി. 12ാം ക്ലാസ്സിൽ നമ്മൾ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്യണം. ബോർഡ് എക്സാംസ് ഒക്കെ വരികയാണ്. അപ്പോൾ റെസ്പോൺസിബിൾ കൺസെപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ആണ്. 13 ക്ലൈമറ്റ് ആക്ഷൻ. 14 ലൈഫ് ബിലോ വാട്ടർ. 15 ലൈഫ് ഓൺ ലാൻഡ്. 16 16 പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. 17 പാർട്ണർഷിപ്പ് ഫോർ ദ ഗോൾസ്. എനിക്കതിന് പെർഫെക്റ്റ് കോഡൊന്നും അല്ല ഞാൻ പറഞ്ഞത്, എനിക്കും നല്ല ബോധ്യമുണ്ട്. ഞാൻ ഇങ്ങനെയാണ് ഈ കോഡ്സ് ഓർത്ത് വെക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഓർത്ത് വയ്ക്കാൻ താല്പര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ തന്നെ നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ എനിക്ക് വേണ്ടത് 7, 8, 9 ഈ 3 ഗോൾസും ഓർത്തിരിക്കാൻ വേണ്ടി എന്തെങ്കിലും എളുപ്പ കോഡ് ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതൊരു കൊളാബറേറ്റീവ് ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ്. എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് പഠിക്കാൻ. നിങ്ങളുടെ നോളജ് നിങ്ങൾ ഷെയർ ചെയ്യും, ഞങ്ങളുടെ നോളജ് ഞങ്ങൾ ഷെയർ ചെയ്യും. സോ ഇത്തരത്തില് ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാംസ്, 10th +2 ലെവൽ എക്സാംസിനൊക്കെ സിലബസ് അരച്ച് കലക്കി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ബാച്ചസ് അവൈലബിൾ ആണ്. കമ്പനി ബോർഡ്, എക്സൈസ് ഇൻസ്പെക്ടർ, ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഒക്കെ ബാച്ചസ് അവൈലബിൾ ആണ്. സോ നിങ്ങൾ എല്ലാവരും ബാച്ചിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അഫോർഡബിൾ ഫീസിനാണ് എല്ലാം സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. 10th +2 ബാച്ചിലുണ്ട്. 1000, 1500 രൂപ മാത്രമാണ് അതിനുള്ളത്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്ന ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ക്ലാസ്സസ് എക്സ്ട്രീംലി ഹൈ ക്വാളിറ്റിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഡെമോ ബാച്ചും തരുന്നതായിരിക്കും കേട്ടോ. സോ ഓൾ ദ ബെസ്റ്റ്. നേരത്തെ പറഞ്ഞ കോഡ് നിങ്ങളും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു, ബൈ.